ഇത്രയും നാൾ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ച അമേരിക്ക ഉക്രൈനുള്ള സൈനിക ധനസഹായം വെട്ടിക്കുറയ്ക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം ലക്ഷ്യം വെക്കുന്നത് ഉക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്താനാണ്. അതിനാലാണ് വൈറ്റ് ഹൗസ് ഉക്രൈനുള്ള സൈനിക ധനസഹായം വെട്ടിക്കുറക്കുന്നതെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറയുന്നു. ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി ട്രംപ് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുകയും റഷ്യയുമായി നയതന്ത്രപരമായി വീണ്ടും ഇടപെടാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. 2022 ഉക്രൈൻ ഏകപക്ഷീയമായി ആദ്യ ഇസ്താംബൂൾ ചർച്ചകളിൽ നിന്ന് പിന്മാറിയതിനു ശേഷം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ 2025 വീണ്ടും ആരംഭിച്ചത്. ജനുവരിയിൽ ട്രംപ് അധികാരമേറ്റതിനു ശേഷമാണ് അത് ഉണ്ടായത്. പിന്നീട് അമേരിക്കൻ സർക്കാർ ഉക്രൈനുള്ള സഹായം ഗണ്യമായി വെട്ടിക്കുറക്കുകയും ചെയ്തിരുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തൻ്റെ മുൻഗാമിയായ ജോ ബൈഡനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. ഉക്രൈനെ പിന്തുണക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭരണകൂടം ഭ്രാന്ത് പിടിച്ച പോലെ തുകകൾ ചെലവഴിച്ചു എന്നാണ് വാൻസ് ആരോപിക്കുന്നത്. നയതന്ത്രപരമായ ഒത്തുതീർപ്പിന് നിർബന്ധിക്കാൻ ശ്രമിക്കാതെ അവർ ഉക്രൈനിലേക്ക് $300 ബില്യൺ അയച്ചുവെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഈ ഏപ്രിൽ ഉക്രൈൻ്റെ ധാതു സമ്പത്തിലേക്ക് കടന്നു കയറാൻ അനുവദിക്കുന്ന രീതിയിൽ ഒരു പ്രധാന കരാറിൽ ട്രംപും സെലൻസ്കിയും ഒപ്പുവെച്ചിരുന്നു. ബൈഡൻ്റെ കീഴിൽ ഉക്രൈനായി ചെലവഴിച്ച $100 ബില്യൺ തിരിച്ചുപിടിക്കാൻ അമേരിക്കയ്ക്ക് ഇതൊരു മാർഗമാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അമേരിക്ക നൽകുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ നിരന്തരമായ ക്ഷാമവും സമീപ മാസങ്ങളിൽ അമേരിക്കയിൽ നിന്നുള്ള സഹായം കുറഞ്ഞു വരുന്നതും വ്ളാഡിമിർ സെലൻസ്കി പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതുവരെ മുടക്കിയ പണം തിരിച്ചുപിടിക്കാനുള്ള ഒരു മാർഗം മുന്നിൽ കാണാതെ ഇനിയും ഡൊണാൾഡ് ട്രംപ് സഹായിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ നീക്കങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഉക്രൈനിലാണെങ്കിൽ റഷ്യ ഇപ്പോൾ കടുത്ത ആക്രമണം നടത്തുകയാണ്. 3 വർഷങ്ങളിലായി കീവിനെതിരെ നടന്ന ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണ് ഇതെന്ന് ഉക്രൈൻ പ്രസിഡന്റായ വ്ളാഡിമിർ സെലൻസ്കി തന്നെ പറയുന്നുണ്ട്. സംഭവത്തിൽ കുറഞ്ഞത് 3 പേർ കൊല്ലപ്പെടുകയും 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യൻ സൈന്യം 315 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണങ്ങൾ നടത്തിയതെന്നും ഈ ഡ്രോണുകൾ ഇറാനിൽ നിർമ്മിച്ചതാണെന്നും സെലൻസ്കി പറയുന്നു. കൂടാതെ റഷ്യ നിരവധി മിസൈലുകളും ഈ ആക്രമണത്തിനായി ഉപയോഗിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. തലസ്ഥാനത്ത് മണിക്കൂറുകളോളം സ്ഫോടനങ്ങളും ഡ്രോണുകളുടെ മുഴക്കവും തുറന്നതായി അവിടുത്തെ ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നു. ഇസ്താംബൂളിൽ നടന്ന സമാധാന ചർച്ചകൾക്കിടയിലാണ് പുതിയ ആക്രമണങ്ങൾ ഉണ്ടായത്. ഇരുപക്ഷവും ഉറച്ച നിലപാടുകൾ എടുത്തതിനാൽ ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായതുമില്ല. റഷ്യ ഇപ്പോൾ ഇറാൻ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ആക്രമണം നടത്തുന്നത്. ഉക്രൈൻ പോലുള്ള ഒരു എതിരാളിയോട് യുദ്ധം ചെയ്യാൻ കൂട്ടുകക്ഷികളുടെ ആവശ്യം റഷ്യയ്ക്ക് ഇല്ലെങ്കിലും ലോകത്തിൻ്റെ മുന്നിൽ ഒരു സൈനിക കൂട്ടായ്മയെ തുറന്നു കാണിക്കുകയാണ് പുടിൻ ചെയ്യുന്നത്. ഉത്തര കൊറിയയും ഇറാനും ഇനി ഒറ്റപ്പെടില്ലെന്നുള്ള ഒരു പ്രസ്താവന കൂടിയാണത്.